ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് വരാം. എനിവേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിതിപ്പോൾ എനിക്കിങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി ഞാൻ കഴിഞ്ഞൊരു ഓർഗനൈസർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ കണ്ടപ്പോൾ ഞാനത് അന്നിതിവിടെ കിടക്കട്ടെ, ഒരു വീഡിയോ ഒക്കെ ഇടാം, വലുതാകുമ്പോൾ എൻ്റെ കുഞ്ഞിന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതവൻ്റെ കുറച്ച് ഐറ്റംസാണ്, ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇതിന് ഇപ്പം ഞാനെല്ലാം സെറ്റ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ഓൾറെഡി ഇതെല്ലാം കൂടി കളാപ്പിള കിടക്കുവാണ്. അപ്പോൾ അത് കാണിച്ചിട്ട് ഇത് മറ്റേ പമ്പിങ് മെഷീനില്ലേ, നമ്മുടെ മാനുവൽ പമ്പിങ് ആണ്. പിന്നെ ഇതവൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സാധനവും നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ ക്യാപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്നപ്പോൾ എനിക്ക് മേടിക്കണമെന്നും പറഞ്ഞ്, എല്ലാത്തിനും ഓരോ സ്റ്റോറി ഉണ്ടാവും, അത് വേറെ കാര്യം. അപ്പോൾ മേടിക്കണമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങളുടെ ചേട്ടനൊക്കെ കാണാൻ വന്നപ്പോൾ, രതീഷേട്ടനൊക്കെ കാണാൻ വന്ന സമയത്ത് ഞാൻ കൊച്ചിനെ അവിടെ ആക്കിയിട്ട് ഞാൻ ഇതിൽ ഫീഡിങ് ബോട്ടിൽ ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇത് മേടിക്കാൻ പെട്ടെന്ന് പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് വേഗം വന്ന ഇതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിർബന്ധമായിരുന്നു ഇത് മേടിക്കണം. എന്നിട്ട് ഞങ്ങൾ പോയി മേടിച്ചാണ് അവൻ്റെ പൗഡർ ബോക്സ്. പിന്നെ ഇത് കുറച്ച് തിങ്സ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതവൻ്റെ സക്കർ ഇതും നമ്മൾ അത്യാവശ്യം എല്ലാം നമ്മൾ മേടിച്ചേക്കണത് ക്വാളിറ്റിയോ നോക്കി ഫസ്റ്റ് ക്രൈഡിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓൺലൈൻ. ഇപ്പോൾ ഫസ്റ്റ് ക്രൈഡ് ഷോപ്പൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ഫസ്റ്റ് ക്രൈഡ് ഷോപ്പിൽ നിന്നൊന്നുമല്ല, ഓൺലൈനാണ് ഫസ്റ്റ് ക്രൈഡ്. പിന്നെ ലവ് ലാപ്പിൻ്റെ ഐറ്റംസാണ് ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിലൊക്കെ ലവ് ലാപ്പാണ്, അല്ല ഇത് സ്മോൾ വണ്ടറാണ്. ലവ് ലാപ്പ് എല്ലാം അങ്ങനത്തെ കമ്പനികളുടെ ഐറ്റംസാണ് എടുത്തത്. നമ്മൾ പിള്ളേർക്ക് എടുക്കുമ്പോൾ അങ്ങനെയല്ലേ എടുക്കുകയുള്ളൂ നമ്മൾ. പിന്നെ ഇത് അവൻ്റെ കോമ്പാണ്, നല്ല ഭംഗിയല്ലേ. ഇവനിപ്പോൾ വേറെ കോമ്പാണ് യൂസ് ചെയ്യണം, അതുകൊണ്ട് ഈ കോമ്പ് നമ്മൾ സൂക്ഷിച്ചിരിക്കുക. ഇതിൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ബോട്ടിലിൽ നമ്മൾ ഇപ്പോൾ ഈ ബോട്ടിലല്ല, അതിൻ്റെ ബോട്ടിൽ വേറെ ഇതിനകത്തേക്ക് ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യും. അതായത് കുറുക്കൊക്കെ കൊടുക്കില്ലേ, കുറുക്കൊക്കെ കൊടുക്കണ ഒരു ഇതാണ്. പിന്നെ വേറെ എന്താണ്, അങ്ങനെ കുറേ ഐറ്റംസ് കാണിച്ചു തരാം, കുറേ ഉണ്ട്. ഇതവൻ്റെ കുഞ്ഞു വിരലിലെ നഖം വെട്ടാനുള്ള നെയിൽ കട്ടറായിരുന്നു. പിന്നെ നല്ല വെയിൽ, അത്യാവശ്യം നല്ല കളർ കിട്ടും, അതായത് നല്ല ഫേസിന് നല്ല ഇത് തോന്നിക്കും. അതുകൊണ്ട് ഞാൻ സമയം എല്ലാ അമ്മമാരും ഈ ഡെലിവറി കഴിയുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ പിള്ളേർ ഞെട്ടുന്നതും പേടിക്കുന്നതും. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ച് ഭയങ്കരമായിട്ടും പേടിക്കുമായിരുന്നു. എൻ്റെ കൊച്ചെന്നല്ല, എല്ലാ കുഞ്ഞുമക്കളും അങ്ങനെയാണല്ലോ. അപ്പോൾ അന്ന് എൻ്റെ അമ്മാമ്മ പറഞ്ഞു, ഇത് ഞാൻ മറ്റേ ക്യാപ്പാണ് കേട്ടോ, ഇതിൻ്റെ കൂട്ടത്തിലുള്ളതല്ല. എൻ്റെ അമ്മാമ്മ പറഞ്ഞ് മറ്റേ വലമ്പിരി ഇടംപിരി മേടിച്ച് വെക്കണം, പേടിക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇത് വലമ്പിരി ഞാൻ കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്, ഇരിപ്പുണ്ട് വലമ്പിരി സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഇരിപ്പുണ്ട്. അവിടെ ബ്രഷൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ തീരെ ചെറുപ്പത്തിലത്തെ സാധനങ്ങളാണ്. ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഡ്രസ്സ് അതൊക്കെ നമ്മൾ വേറെ വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ എല്ലാത്തിനും ബോട്ടിൽ സെപ്പറേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതിലവൻ്റെ ഇതെന്താ കരിവള, പിന്നെ കൺമഷി, പിന്നെ ഇതിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റത്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തന്നെ. ഇത് അവൻ്റെ മാത്രം പെൻഡ്രൈവാണ്. അതിനകത്ത് അവൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടൊരു ഐറ്റം ഞാൻ കാണിച്ചുതരാം. ഇത് ഈ തള പറയാണെങ്കിൽ വലിയൊരു കഥ തന്നെ വേണം. ഇത് അവൻ്റെ അച്ചാച്ചൻ അവന് കൊടുത്തതാണ് തള. പക്ഷേ ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മിസ്സായി. അതിൻ്റെ ഓർമ്മ ഇത്. അതിന് ശേഷം ഞാൻ വേറൊരു സെറ്റ് മേടിച്ചിട്ടുണ്ട്, അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ തളയെന്ന് പറഞ്ഞ സാധനം കാണുമ്പോൾ എനിക്ക് 2 കാര്യം. ഒന്ന് അച്ഛന് ഓർമ്മ വരും, പിന്നെ എൻ്റെ ചില വാശികൾ എനിക്ക് ഓർമ്മ വരും. നമുക്ക് ഏജ് ഡിഫറൻസിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയില്ലേ, നല്ല രീതിയിൽ നമുക്ക് ഏജിന് വ്യത്യാസം വരുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി വരും എന്ന് പറഞ്ഞാൽ വാസ്തവമാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ അയ്യേന്നുണ്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഓൾറെഡി നമ്മുടെ കൊച്ചിൻ്റെ പേരിലും കാര്യങ്ങളൊക്കെ കിടക്കണം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും, അമ്മമാരുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അച്ഛനോട് ചെയ്യേണ്ടത് അച്ഛൻ്റെ വീട്ടിൽ ചെയ്യണം, എന്താ ചെയ്യത്തെന്താ അങ്ങനെയായിരുന്നു. അമ്മ വീട്ടിൽ ചെയ്യേണ്ടത് അമ്മ വീട്ടിൽ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയും, അത് ചടങ്ങ് കഴിഞ്ഞുകൊണ്ടല്ല, എൻ്റെ മെൻറ്റാലിറ്റിയുടെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറയും, കല്യാണം കഴിക്കാൻ മെച്യൂരിറ്റി ആയതിനു ശേഷം കെട്ടിക്കുക. അത് അവർ ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റായി ജീവിക്കുമ്പോൾ വേണം കെട്ടിക്കാൻ.
അതുപോലെ തന്നെ അവർക്ക് അവരെ നോക്കാം, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനെ നോക്കാം, അവരുടെ മക്കളെ നോക്കാം എന്ന് പറയുന്ന സ്റ്റേജിൽ അവർ സ്വന്തമായിട്ട് അവർ നോക്കുന്ന സമയത്ത് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. അതിനെക്കുറിച്ച് മറ്റു ഫാമിലീസ് ബോധേഡാവണ്ട. പിന്നെ അച്ഛനും അമ്മയും ചെയ്യുമെന്നും പറഞ്ഞ് എല്ലാവരിക്കേണ്ടത് നമ്മുടെ മക്കളുടെ കാര്യം നമ്മളാണ് നോക്കേണ്ടത്. അതാണ് ഗ്രാൻഡ് പാരൻസ് ചെയ്തില്ലല്ലോ, ഗ്രാൻഡ് പാരൻസ് ചെയ്യേണ്ടതായിരുന്നു, തൻ്റെ വീട്ടിൽ ചെയ്തില്ല, നിൻ്റെ വീട് അതല്ല, അച്ഛനമ്മമാരാണ് മക്കളുടെ കാര്യം നോക്കാൻ ബാധ്യസ്ഥർ. അവർ ചെയ്തേ പറ്റൂ. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കാര്യമുണ്ട്, എനിക്ക് അന്ന് അങ്ങനെ ചിന്തിച്ചെങ്കിലും അവർ ചെയ്തില്ലെങ്കിലും ചെയ്ത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതിന് ഞാൻ കുറേ ചെയ്തില്ല എന്നൊക്കെ മെൻറ്റാലിറ്റി ചെയ്തില്ല. പക്ഷെ അമ്മ മാല ഇട്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അമ്മ അരഞ്ഞാണ് ഇട്ടു ഒരു പവൻ്റെ, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പവൻ്റെ മാല ഇട്ടു. അതൊക്കെ ചെയ്തെങ്കിൽ നമ്മൾക്ക് ഒരിത് ചെയ്തില്ലല്ലോ, അതേ നമ്മൾ കാണുള്ളൂ, ചെയ്തത് കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ പറയണത് തള ഇടാത്തതിൽ ഞാൻ ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങളുടെ നെയിമിങ് സെറമണിയുടെ അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞങ്ങൾ പരടെടുത്ത് 90. അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിന് എല്ലാവരും നമുക്കറിയാമല്ലോ, എൻ്റെ ചുറ്റന്മാരൊക്കെ പറഞ്ഞു ഞാൻ ഇന്നതാണ് മേടിക്കണം എന്നൊക്കെ നമുക്കറിയായിരുന്നു. അപ്പോൾ എന്താണ് എല്ലാവരും എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാവരും തള മാത്രമേ തള മേടിക്കണം. എന്താ തള ഇടാത്തത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട്, അതായത് ഞാൻ പണിക്കുന്ന പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി വന്നപ്പോൾ അതിൽ നിന്ന് പൈസ എടുത്ത്, അന്ന് ഇത്രയും ഇല്ല, 90,000 ഇല്ല ഗോൾഡിന്, എന്തോ 40-60 രൂപ ആ റേഞ്ചൊക്കെ ഉണ്ടായുള്ളൂ, 40 ഉണ്ടായുള്ളൂ. അപ്പം അന്ന് അവന് ഞങ്ങളൊരു ഈ 2 ഗ്രാം വെച്ചിട്ടുള്ള തള ഞങ്ങൾ അന്ന് രാവിലെ, ആർക്കും അറിയില്ല, എല്ലാവരും പറഞ്ഞു തളയില്ല സാരമില്ല, എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ സാരമില്ല, കൊച്ചിന് ഇതെല്ലാം എന്തെങ്കിലും കഴിയുമ്പോൾ കുറേ കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടും, അതൊക്കെ കൊടുത്ത് തള നിങ്ങൾ മേടിച്ചാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായില്ല, പറ്റില്ല, എൻ്റെ കൊച്ചിന് സ്വർണ്ണത്തിൻ്റെ തള തന്നെ ഇടണം എന്നിട്ടാണ്. അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു മെൻറ്റാലിറ്റി, ഇപ്പോഴാണ് ഞാൻ പറയും ഞാൻ മേടിക്കാൻ പോകണ്ടാമെന്ന് പറയും. അന്നത്തെ മെൻറ്റാലിറ്റിക്ക് ഞാൻ ആരോടും പറഞ്ഞില്ല, നിങ്ങൾ ചെയ്തില്ല, പിന്നെ നിങ്ങളോട് പറഞ്ഞതിനാ എന്നുള്ള മെൻറ്റാലിറ്റിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് രാവിലെ ചിറ്റയെ എഴുത്തേട്ട് പോയി തള മേടിച്ചിട്ടുണ്ടെന്ന്. ആ നെയിമിങ് സെറമണിയുടെ ഇടയിലാണ് എല്ലാവരും കാണുന്നത്. എന്ത് ഇങ്ങനൊരു സംഭവം ഇതിനാണ് ഈ സാധനത്താണ് ചൊല്ലി നെയിമിങ് സെറമണിയുടെ ഇടയിലാണ് എല്ലാവരും കാണുന്നത്. അയ്യോ ഇത് തള മേടിച്ചിട്ടുണ്ടാകുന്നത്. കാരണം അന്നേരം വണ്ടർ അടിച്ചല്ലായിരുന്നു, കാരണം ആർക്കും അറിയില്ലായിരുന്നു മേടിച്ചാൽ. എൻ്റെ വീട്ടിലേക്ക് അറിയില്ലായിരുന്നു, എൻ്റെ അനിയത്തിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ആരോടും പറയില്ല, ആരും അറിയിക്കാനാണ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ ഒരു വാശിയായിരുന്നു അന്നേരം. പിന്നെ ഞാൻ ചിന്തിച്ചു, ചേട്ടാ എന്താണ് ചേട്ടാ, നമുക്ക് റോൾഡ് ഗോൾഡെങ്കിലും ഇടിക്കാൻ ചേട്ടെ, റോൾഡ് ഗോൾഡെങ്കിലും ഇടിക്കാൻ. എൻ്റെ കൊച്ചിൻ്റെ കാലിലൊന്നും ഇല്ലാണ്ടിരിക്കുകയല്ലേ, റോൾഡ് ഗോൾഡെങ്കിലും ഇടിക്കാന്ന് പറയും. അപ്പം സത്യം പറഞ്ഞിട്ട് റോൾഡ് ഗോൾഡൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇക്കേടി നിനക്ക് എന്താണ്, കുറച്ചാകട്ടെ പറയും. പക്ഷേ അത്രയും ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടാണെന്നറിയില്ല, പക്ഷെ നമുക്ക് ഗോൾഡ് തന്നെ, അതായത് 916 പ്യുവർ ഗോൾഡ്, റോൾഡ് ഗോൾഡ് ഇടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ റോൾഡ് ഗോൾഡ് ഇടാതെ ഗോൾഡ് തന്നെ നമ്മൾ കുറേ നാളിട്ടുണ്ടായിരുന്നു. പിന്നെ നടക്കാറായപ്പോഴാണ് നമ്മൾ തള ഇടാൻ തുടങ്ങിയത്. അച്ഛൻ അന്നേരം നമുക്ക് തള മേടിച്ച് തന്നത് ഗോൾഡിൻ്റെ, റോൾഡ് ഗോൾഡല്ല ഗോൾഡിൻ്റെ തള തന്നെയാണ് എൻ്റെ കുറച്ചിട്ടത്. ആരെയും കാണിക്കാൻ വേണ്ടി നമ്മൾ റോൾഡ് ഗോൾഡിൻ്റെ ഒരു സാധനം കുറച്ച് ഇടിച്ചിട്ടില്ല. അതൊരു ദൈവഭാഗ്യം തന്നെയാണ്. അതിനുശേഷം എൻ്റെ ചേട്ടൻ തന്നെ കൊച്ചിനെ അത്യാവശ്യം നല്ല രീതിയിൽ 2 മാല, ഒരു കൈച്ചേന് വീണ്ടും എടുത്തു. അതൊക്കെ നമ്മുടെ ഒരു, ഇതിപ്പോൾ ഇത് പറയണത് വേറൊന്നുമില്ല, ഞാനിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേറുന്നില്ല, ആ ചെയിൻ ആ തള എടുത്ത് കൊടുത്തത് അവൻ്റെ അച്ഛനെടുത്ത് കൊടുത്ത തളയാണ്. അതുപോലെ തന്നെ അവൻ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരു ഇത്രയും തുക ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവന് വേണ്ടി, ആ സ്വർണ്ണത്തിൻ്റെ തള മേടിക്കാൻ. റോൾഡ് ഗോൾഡൊക്കെ ഇടേണ്ടി വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടി റോൾഡ് ഗോൾഡൊന്നും ഇടിക്കാറുമില്ല കൊച്ചിനെ, ഗോൾഡ് തന്നെ ഇടിച്ച് നടത്തിയിരുന്നത്.